നമ്മൾ പലപ്പോഴും പലരോടും പറയുന്നത് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കരുണ കാണിക്കണമേ എന്ന് പറയാറുണ്ട്. ഇതാ പ്രിയപ്പെട്ട മക്കളെ, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കരുണ നൽകുവാനായിട്ട് ഈ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് കരുണ കാണിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, എന്റെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിട്ട് തീരും. അപ്പോൾ കരുണ കാണിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ചുമതലയാണ്. ഈ കരുണ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തു വന്നിരിക്കുന്നത് നസ്രാണികൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും, അവൻ പാപിയോ തെമ്മാടിയോ കൊലപാതകയോ വ്യഭിചാരിയോ ആര് തന്നെയായിരിക്കും, അവന് അനന്തമായ നിത്യജീവൻ നൽകുവാനായിട്ട് യേശുക്രിസ്തു കടന്നു വന്നിരിക്കുന്നു. പ്രിയമക്കൾ, നമ്മളെല്ലാവരും പാപികളാണ്. പാപം ചെയ്യാത്തവൻ ആരും ഇന്ന് ഈ ഭൂമിയിലില്ല. എന്നാൽ ആ ഭാവിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ കുരിശിൽ തൂങ്ങി മരിച്ചത്. കുരിശിൽ തൂങ്ങി മരിച്ച ആ ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷകൻ. നിങ്ങളെയും എന്നെയും പാപത്തിൽ നിന്ന് വിമോചിക്കുവാനായിട്ട് ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ